ഏവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദേശീയ പതാകയാണ്. നമുക്കറിയാം നമ്മുടെ ദേശീയ പതാകയാണ് ഇത് ത്രിവർണ്ണ പതാക. ഈ ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് പിംഗലി വെങ്കയ്യാണ്. അറിഞ്ഞിരിക്കുക, ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് പിംഗലി വെങ്കയ്യാണ്. ഓക്കെ, അതായത് ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തെ ഗാന്ധിജി ഈ ദൗത്യം ഏൽപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ത്രിവർണ്ണ പതാകയുടെ ആകൃതിയിലുള്ള ഏകദേശം രൂപമുള്ള ഒരു പതാകയൊക്കെ മുമ്പ് ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് കൃത്യമായ രീതിയിലുള്ള ഇത്തരത്തിലൊരു ത്രിവർണ്ണ പതാക പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നു ചോദിച്ചാൽ 1947 ജൂലൈ 22-നാണ്. ഓക്കെ, അപ്പം ഇന്ത്യൻ ത്രിവർണ്ണ പതാകയെ ഔദ്യോഗികമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1947 ജൂലൈ 22-നാണ് ഔദ്യോഗികമായിട്ട് നമ്മുടെ പതാക അംഗീകരിക്കുന്നത്. അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നമുക്കറിയാം ദേശീയ പതാകയിൽ പല നിറങ്ങളുണ്ട്. ആ നിറങ്ങളെ പറ്റി പല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാകയെ ത്രിവർണ്ണ പതാകയെ അതിനൊരു അർത്ഥം കൊടുത്ത് കൃത്യമായ രീതിയിൽ വ്യാഖ്യാനിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതാരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കൃത്യമായ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഓരോ നിറവും എടുത്ത് അത് എന്തിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായി വ്യാഖ്യാനിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. ഓക്കെ, ഇനിയും പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പതാകയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് അറിഞ്ഞിരിക്കുക അഡ്ഹോക് കമ്മിറ്റി ഫോർ നാഷണൽ ഫ്ലാഗ്. അഡ്ഹോക് കമ്മിറ്റി ഫോർ നാഷണൽ ഫ്ലാഗ്. ഓക്കെ, ഈ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഈ പറഞ്ഞ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഓക്കെ, ഒപ്പം തന്നെ നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചാലും അതിൻ്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അധ്യക്ഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പുതിയ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നിരിക്കുന്നത് 2002 ജാനുവരി 26-നാണ് ഇന്ത്യയുടെ പുതിയ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് എല്ലാ ഇന്ത്യൻ പൗരനും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പ്രദർശിപ്പിക്കാനുള്ള അനുമതിയുണ്ടെന്നും അറിഞ്ഞിരിക്കുക. അപ്പം കൃത്യമായിട്ട് ഓർത്തിരിക്കുക, എന്നാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നെന്ന് ചോദിച്ചാൽ 2002 ജാനുവരി 26-നാണ് ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയായ ദേശീയ പതാക അത് ഏത് തുണി കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക ഖാദി തുണി കൊണ്ട് വേണം ഇത് നിർമ്മിക്കാനായിട്ട്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, മറ്റൊരു തുണി കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കില്ല. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൈകൊണ്ട് തുന്നിയ. ഓക്കെ, അപ്പോൾ ഖാദി തുണി എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, ഒന്നുകൂടെ പഠിക്കണം. കൈകൊണ്ട് തുന്നിയ അല്ലെങ്കിൽ മറ്റ് മെഷീൻസ് ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കൈകൊണ്ട് തുന്നിയ ഖാദി തുണി വെച്ച് വേണം ദേശീയ പതാക ദേശീയ പതാക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. ഇനി ദേശീയ പതാകയുടെ ആകൃതി ചോദിച്ചാൽ അത് ചതുരമാണ് ആകൃതി. ഓക്കെ, സമചതുരമല്ല, നമുക്കറിയാം ആകൃതി ചതുരമാണ് അല്ലേ, സമചതുരമല്ലെന്ന് അറിഞ്ഞിരിക്കുക. ചതുരാകൃതിയിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. കൃത്യമായി പറഞ്ഞാൽ അതിന് നീളം ഗുണം വീതി അനുപാതം. ഓക്കെ അല്ലോ. അത് എത്രയെന്ന് ചോദിച്ചാൽ 3:2 ആണ് നീളം ഗുണം വീതി അനുപാതം. ഓക്കെ അല്ലോ. അവിടെ അറിഞ്ഞിരിക്കുക വീതി ഗുണം നീളം അനുപാതം എന്ന് വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെ ഒരു ചാൻസ് കൂടെ ഉണ്ട്. വീതി ഗുണം നീളം അനുപാതമാണ് ചോദിക്കുന്നതെങ്കിൽ അത് 2:3 ആയിരിക്കും. 2:3 ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ PSC നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തിരിച്ചും മറിച്ചും ഇട്ട് ചോദിക്കും. ഓക്കെ അല്ലോ. അപ്പോൾ തെറ്റാതെ കൃത്യമായിട്ട് അത് ആൻസർ ചെയ്യണം. ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ട് പതാക ഉണ്ടാക്കാൻ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക സംഘമാണ് അറിഞ്ഞിരിക്കുക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. ഓക്കെ അല്ലോ. ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുള്ള ഏക സ്ഥാപനം. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയുടെ ദേശീയ പതാക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അംഗീകാരം കിട്ടിയിട്ടുള്ള ഏക സ്ഥാപനം. ഓക്കെ അല്ലോ. അത് ചുരുക്കി നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് KKGSS. ഓർത്തിരിക്കുക, KKGSS. ഓക്കെ അല്ലോ. KKGSS-നാണ് ഔദ്യോഗികമായിട്ട് പതാക ഉണ്ടാക്കാനുള്ള അനുമതി ഉള്ളൂ എന്നറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ കർണാടകയിലെ ഹൂബ്ലിയാണ്. ഓർത്തിരിക്കുക, കർണാടകയിലെ
ഹൂബ്ലിയാണ് KKGSSന്റെ ആസ്ഥാനം എന്നറിഞ്ഞിരിക്കുക. ഈ കർണാടകയിലെ ഹൂബ്ലിയിൽ KKGSS സ്ഥാപിതമായത് 1957 നവംബർ 1 സ്ഥാപിതമായെന്ന് അറിഞ്ഞിരിക്കുക. നല്ലൊരു പോയിന്റാണ്, പഠിച്ചു വെക്കുക. അപ്പോൾ KKGSS സ്ഥാപിതമായത് 1957 നവംബർ 1 എവിടെ? കർണാടകയിലെ ഹൂബ്ലിയിൽ സ്ഥാപിതമായെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്കറിയാം ദേശീയ പതാകയിൽ 3 നിറങ്ങളാണുള്ളത് അല്ലേ? 3 നിറങ്ങളാണ് ദേശീയ പതാകയിലുള്ളത്. ഓക്കെ, 4 നിറമുണ്ട്, നാവിക നീലയുണ്ട്, അത് നമ്മുടെ അശോക ചക്രത്തിലാണ് വരുന്നത്, അതിലേക്ക് പിന്നെ വരാം. 3 നിറങ്ങളാണ് ഇന്ത്യൻ ദേശീയ പതാകയിലുള്ളത്, അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഏറ്റവും മുകളിൽ നമുക്കറിയാം ഏതാണ്? കുങ്കുമ നിറമാണ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കുന്നത്, സാഫ്രോൺ അല്ലേ? കുങ്കുമ നിറം ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. നടുക്കായിട്ട് വരുന്ന ഏതാണ്? അത് നടുവിൽ കാണുന്നത് വെള്ള നിറമാണ് നടുവിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഏറ്റവും അടിയിലേക്ക് വന്നാൽ നിറം ഏതെന്ന് ചോദിച്ചാൽ പച്ച നിറമാണ് ഏറ്റവും അടിയിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ 3 നിറമാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതിന് വെള്ളയിൽ, കൃത്യനടുക്ക വെള്ളയിലായിട്ട് അശോക ചക്രവും കാണാൻ സാധിക്കും. അതിലെടുത്ത് പറയുകയാണെങ്കിൽ കുങ്കുമ നിറം കാണിക്കുന്ന എന്താണ്? ധീരതയെ കാണിക്കുന്നു. ഓക്കെ, ധീരതയെ കാണിക്കുന്നു, ധൈര്യത്തെ കാണിക്കുന്നു. ഓക്കെ, ധൈര്യമുണ്ട്, ധീരതയുണ്ട്, ധൈര്യമുണ്ട്, ഒപ്പം തന്നെ ത്യാഗസന്നദ്ധ, ധീരത, ധൈര്യം, ത്യാഗസന്നദ്ധ എന്നിവയെ കാണിക്കുന്ന നിറമാണേത്? കുങ്കുമ നിറം. അങ്ങനെയെങ്കിൽ വെള്ളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, വെള്ള നിറം എന്തിനെ കാണിക്കുന്നു? വെള്ള നമുക്കറിയാം, വെള്ള എപ്പോഴും കാണിക്കുന്നത് എന്തിനാണ്? ഓക്കെ, സത്യത്തെ കാണിക്കുന്നു, ട്രൂ. ഒപ്പം തന്നെ സമാധാനം, സത്യത്തെയും സമാധാനത്തെയും ചൂണ്ടിക്കാണിക്കുന്ന നിറമാണേത്? വെള്ള നിറം, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്ത പച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ, പച്ച അല്ലെ? പച്ച പറയുമ്പോൾ തന്നെ അതൊരു ഹരിതമാണ്. പച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും കാണിക്കുന്ന നിറമാണേത്? പച്ച. ഓക്കെ, പറഞ്ഞിരിക്കുക. പച്ച നിറം എന്തിനേക്ക് കാണിക്കുന്നുണ്ട്? സമൃദ്ധിയെ കാണിക്കുന്നു, ഫലഭൂയിഷ്ഠതയും കാണിക്കുന്നു. ഏത് സൂചിപ്പിക്കുന്നു? ഏത്? പച്ച നിറമെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള നിറം നമുക്കറിയാം ഏതാണ്? വെള്ള നിറമാണ്. മധ്യഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എന്ത്? നാവിക നീല നിറത്തിൽ അശോക ചക്രം കാണാൻ സാധിക്കും. ഓക്കെ, നാവിക നീല നിറത്തിൽ എന്ത് കാണാൻ സാധിക്കും? അശോക ചക്രം കാണാൻ സാധിക്കും. അശോക ചക്രം. ഓക്കെ അല്ലോ. ഓക്കെ, ഇതിന് ധർമ്മചക്ര എന്നൊരു പേരൂടെ ഉണ്ട്, അറിഞ്ഞിരിക്കുക. ധർമ്മചക്ര എന്ന പേരുണ്ട്. കാര്യം, ഓക്കെ, ഈ അശോക ചക്രം എന്തിനെ കാണിക്കുന്നു? ധർമ്മത്തെ കാണിക്കുന്നു. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ധർമ്മത്തെ കാണിക്കുന്നു. അപ്പോൾ അറിഞ്ഞിരിക്കുക, അശോക ചക്രത്തിന് 24 ആരക്കാലുകളാണുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, കൃത്യം വെള്ള നിറത്തിന് സെൻറ്ററിലായിട്ട് 24 ആരക്കാലുകളുള്ള നാവിക നീല നിറത്തിൽ എന്ത് കാണാൻ സാധിക്കുന്നു? അശോക ചക്രം കാണാൻ സാധിക്കുന്നു. ഈ അശോക ചക്രം എന്തിനെ കാണിക്കുന്നു? ധർമ്മത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ധർമ്മചക്ര എന്ന പേരിലും ഏതറിയപ്പെടുന്നു? അശോക ചക്ര അറിയപ്പെടുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംഘത്തെ പറ്റി നേരത്തെ പറഞ്ഞു. ഈ സംഘം 9 അളവുകളിലാണ്, ഓർത്തിരിക്കുക, 9 അളവുകളിലാണ് നമ്മുടെ ദേശീയ പതാക ഉണ്ടാക്കുന്നത്. 3:2 അനുപാതത്തിൽ, നേരത്തെ പറഞ്ഞതാണ്, 3:2 അനുപാതത്തിൽ 9 അളവുകളിലാണ് ഈ പറഞ്ഞ ദേശീയ പതാക നിർമ്മിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ അളവ് ഏതെന്ന് ചോദിച്ചാൽ, ഓക്കെ, 6.3:4.2 മീറ്റർ എന്ന അനുപാതത്തിലാണ് ഏറ്റവും വലിയ പതാക ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ അറിഞ്ഞിരിക്കുക, ഏറ്റവും ചെറിയ പതാകയുടെ അനുപാതം ഏതെന്ന് ചോദിച്ചാൽ, നീളം ഗുണം വീതി അനുപാതമാണ് പറയുന്നത്. ഏറ്റവും ചെറിയ അനുപാതം ഏതെന്ന് ചോദിച്ചാൽ 15:10, 15:10 സെൻറ്റിമീറ്റർ ആണ്, മീറ്റർ അല്ല, സെൻറ്റിമീറ്റർ. ഈ അനുപാതത്തിലാണ് ഏറ്റവും ചെറിയ പതാക ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് വിദേശത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക, മാഡം ഭിക്കാജി കാമയാണ്. അറിഞ്ഞിരിക്കുക, മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യയുടെ ദേശീയ പതാക എന്ന പേരിൽ വിദേശത്ത് ആദ്യമായി ഒരു പതാക ഉയർത്തിയത്. എവിടെയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ജർമ്മനിയിലാണ്. ജർമ്മനി. ഓക്കെ, ജർമ്മനിയിലാണ് ഇത്തരത്തിലൊരു പതാക ആദ്യമായിട്ട് മാഡം ഭിക്കാജി ഗാമ ഉയർത്തുന്നത്. എവിടെയാണ് ഉയർത്തിയത്? ജർമ്മനിയിൽ ഉയർത്തുന്നു. ഈ പറഞ്ഞ മാഡം ഭിക്കാജി ഗാമ ഉയർത്തിയ ഈ പതാക ബെർലിൻ കമ്മിറ്റി പതാക എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ബെർലിൻ കമ്മിറ്റി പതാക എന്ന പേരിലും ഈ മാഡം ഭിക്കാജി ഗാമ ഉയർത്തിയ പതാക അറിയപ്പെടുന്നുണ്ട്, അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 അല്ലേ? ഈ 1947 ഓഗസ്റ്റ് 15 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ, എവിടെയാണ് കൃത്യമായി ഓർത്തിരിക്കുക, ഓഗസ്റ്റ് 15 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന, അല്ലെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് 1947 ഓഗസ്റ്റ് 15 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ, നമുക്കറിയാം
ഷാജഹാൻ നിർമ്മിച്ചതാണ് ഏത്? ചെങ്കോട്ട. ഓക്കെ, ആ ചെങ്കോട്ടയിൽ എന്തുയർത്തുന്നത്? ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ ഓർത്തിരിക്കുക, എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ചുവപ്പുകോട്ടയിൽ പതാക ഉയർത്തുന്ന ചടങ്ങ് ആരംഭിച്ചത് 1948 ഓക്കെ, ഇതൊരു ചടങ്ങായിട്ട് പിന്നീടുള്ള എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ദിവസത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന ചടങ്ങായിട്ട് ആരംഭിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 1948 അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രൈം മിനിസ്റ്റർ ആയിരിക്കും പതാക ഉയർത്തുന്നതെന്നും അറിഞ്ഞിരിക്കുക. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രിയാണ് ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നതെങ്കിൽ അറിഞ്ഞിരിക്കുക, നമുക്കറിയാം റിപ്പബ്ലിക് ഡേയിൽ ജാനുവരി 26 റിപ്പബ്ലിക് ഡേയിൽ പതാക ഉയർത്തുന്ന ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പം തെറ്റിപ്പോകരുത്, സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും. ഓക്കെ ആണല്ലോ. റിപ്പബ്ലിക് ഡേയിൽ ജനുവരി 26 പ്രസിഡന്റാണ് ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത്. അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്തെത്തുന്നത്. അറിഞ്ഞിരിക്കുക, ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്തെത്തിയത് 1971 ആദ്യമായിട്ട് ബഹിരാകാശത്ത് ഇന്ത്യയുടെ ദേശീയ പതാക എത്തുന്നത്. ഓക്കെ, എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ അപ്പോളോ 15 എന്ന ബഹിരാകാശ പേടകത്തിലൂടെയാണ് എത്തിയിരിക്കുന്നത്. അറിഞ്ഞിരിക്കുക, 1971 ഇന്ത്യയുടെ പതാക എവിടെ? ബഹിരാകാശത്ത് എത്തിയിരിക്കുന്നത്. ബഹിരാകാശത്ത് ഈ പതാക എത്തിച്ച പേടകമേതെന്ന് ചോദിച്ചാൽ മറന്നു പോകരുത്, അമേരിക്കയുടെ അപ്പോളോ 15 അമേരിക്കയുടെ അപ്പോളോ 15 എന്ന പേടകമാണ് ഇന്ത്യൻ ദേശീയ പതാക ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത്. അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പതാക, അവിടെ ഒരു നിയമം പറയുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക ഓക്കെ, സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? പതാക പാറിക്കാവുള്ളൂ. എന്ന് വെച്ചാൽ അല്ലാത്ത സമയത്ത് രാത്രി സമയങ്ങളിൽ പതാക എന്ത് ചെയ്യണം? താഴ്ത്തി കെട്ടണം. ഓക്കെ, അപ്പോൾ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ പതാക പാറിക്കാവൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈവനിങ് ആകുമ്പോൾ എന്ത് ചെയ്യണം? പതാക താഴ്ത്തി കെട്ടണമെന്ന് നിയമം പറയുന്നുണ്ട്. ഓക്കെ അല്ലോ. പിന്നെ അറിഞ്ഞിരിക്കുക, ദേശീയ പതാകയെ അപമാനിക്കുന്നത് കുറ്റകരമാണ്. ഓക്കെ, അതിന് ലീഗൽ പ്രൊവിഷൻ ഉണ്ട്, ഓർത്തിരിക്കുക. അതിനുള്ള നിയമങ്ങളുണ്ട്, നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കുക, ദേശീയ പതാകയെ അപമാനിക്കുന്നത് എന്താണ്? അതൊരു കുറ്റകരമായ തെറ്റാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ പതാകയോട് സാമ്യമുള്ള ഒരുപാട് പതാകകളുണ്ട്. എന്നിരുന്നാലും വളരെയേറെ സാമ്യമുള്ള ഒരു പതാകയുള്ള രാജ്യമുണ്ട്. അത് കൃത്യമായി പഠിച്ചു വെക്കുക. അത് നൈജറാണ്. അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ വളരെയേറെ സാമ്യമുള്ള ഒരു രാജ്യം. ഓക്കെ, ഇന്ത്യൻ പതാകയോട് സാമ്യമുള്ള പതാകയുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അത് നൈജറാണ്. നമ്മുടെ അതേ കളറാണ്. ഓക്കെ, ഏറ്റവും മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള നിറം, ഏറ്റവും അടിയിൽ പച്ച നിറം. ഓക്കെ, നിറങ്ങളൊക്കെ കൃത്യമാണ്. ഓക്കെ, ഒരു ചെറിയ വ്യത്യാസം കാണാൻ സാധിക്കുന്നത് വെള്ള നിറത്തിന് നടുക്കായിട്ട് നൈജറിന് ഒരു കുങ്കുമ നിറത്തിലുള്ള വൃത്തമാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലോ. അപ്പോൾ ഏറ്റവും സാമ്യമുള്ള പതാകയുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ ഏതാണ്? നൈജർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. പിന്നെ അറിഞ്ഞിരിക്കുക, ദേശീയ പതാകയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? വെക്സിലോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ദേശീയ പതാകയെക്കുറിച്ചുള്ള, ഇന്ത്യൻ ദേശീയ പതാക മാത്രമല്ല ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണെന്ത്? വെക്സിലോളജി. അറിഞ്ഞിരിക്കുക, എന്താണ്? വെക്സിലോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. മുമ്പ് ഞാൻ പറയുകയുണ്ടായി KKGSSനെ പറ്റി പറയുകയുണ്ടല്ലേ, KKGSS. ഓക്കെ, KKGSS 9 അളവുകളിലാണ് പതാക നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, 9 അളവുകളിൽ മാത്രമേ KKGSS പതാക ഉണ്ടാക്കാറുള്ളൂ. അതിലെ ഏറ്റവും വലിയ പതാകയുടെ അളവാണ് ഈ പറയുന്നത് 6300 × 4200 സെൻറ്റിമീറ്റർ കണക്കാണ് പറയുന്നത്, സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ KKGSS ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പതാകയുടെ അളവാണ് പറയുന്നത് 6300 × 4200. ഈ അളവിലാണ് KKGSS ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പതാക. ഓക്കെ അല്ലോ. പിന്നെ മറ്റൊരു അളവാണ് 3600 × 2400. ഓക്കെ, പഠിച്ചു വെക്കുക. ഓക്കെ, വലിയ പ്രാധാന്യമില്ലെങ്കിൽ അത് പഠിച്ചു വെക്കുക. ഒന്നാമത്തിന് നല്ല പ്രാധാന്യമുണ്ട്, അത് പഠിക്കണം. ഓക്കെ അല്ലോ. മറ്റൊരു അളവാണ്, അതിൽ താഴെയുള്ള മറ്റൊരു അളവാണ് 2700 × ഓക്കെ 1800 സെൻറ്റിമീറ്റർ. എല്ലാം സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്. ഓക്കെ അല്ലോ. നാലാമത്തെ അളവ് 1800 × 1200 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലോ. ഓക്കെ, അപ്പോൾ ഈ അളവുകൾ പഠിച്ചു വെക്കുക. ഇതിലെ ഒന്നാമത്തെ അളവ് വളരെ കൃത്യമായി പഠിച്ചു വെക്കുക. കാരണം അതാണ് ഏറ്റവും വലിയ അളവ്, 6300 × 4200 സെൻറ്റിമീറ്റർ. ഓക്കെ, KKGSS ഉണ്ടാക്കുന്ന മറ്റ് അഞ്ചാമത്തെ അളവെന്ന് പറഞ്ഞാൽ 1350 × 900. ഓർത്തിരിക്കുക, 1350 × 900 സെൻറ്റിമീറ്റർ. എല്ലാം സെൻറ്റിമീറ്റർ ആണ്, മറന്നു പോകരുത്. ഓക്കെ, ആറാമത്തെ അളവ് 900 × 600. 900 × 600 ഈ അളവുകളിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്.
ഇനിയും പറയുന്ന 3 അളവുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. PSC ചോദിക്കാൻ സാധ്യതയുള്ള അളവുകളാണ് ഇനിയും പറയുന്ന 3 അളവുകൾ. പ്രത്യേകതയുണ്ട്. 450 × 300 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ തന്നെയാണ് 450 × 300 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലോ. അത് VVIP വിമാനങ്ങളിലെ പതാകയാണെന്ന് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം VVIP വിമാനങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇവരൊക്കെ സഞ്ചരിക്കുന്ന വിമാനമുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെ സഞ്ചരിക്കുന്ന വിമാനമുണ്ട്. ആ വിമാനത്തിൻ്റെ പുറത്തായിട്ട് ഒട്ടിക്കുന്ന പതാകയുടെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ അളവാണ് ഈ പറയുന്ന എത്ര 450 × 300 സെൻറ്റിമീറ്റർ. ഇനി 8ാമത്തെ അളവ്, അതിനും വളരെ പ്രാധാന്യമുണ്ട്, പഠിച്ചോണം. 8ാമത്തെ അളവ് 225 × 150 സെൻറ്റിമീറ്റർ. ഓക്കെ, 225 × 150 സെൻറ്റിമീറ്റർ. ഇവിടെ കാണേണ്ട കാര്യം വെച്ചാൽ VVIP കാറുകളിൽ ഫ്രണ്ടിൽ വെക്കുന്ന പതാകയാണ്. VVIP കാറുകളിൽ. ഓക്കെ, നമുക്കറിയാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു പതാക കാണാൻ സാധിക്കും. ആ പതാകയുടെ അളവാണ് എത്ര? 225 × 150 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലോ. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, അത് തന്നെ പറയുന്നു. ഇവർ സഞ്ചരിക്കുന്ന കാറിൽ കാണാൻ സാധിക്കുന്ന പതാകയാണ്. ഓക്കെ അല്ലോ. ഇനി KKGSS ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ പതാകയാണ് 150 × 100 സെൻറ്റിമീറ്റർ. ഈ അളവിൽ നിർമ്മിക്കുന്ന പതാക. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ടേബിൾ ഫ്ലാഗ് ആയിട്ട് ഉപയോഗിക്കുന്ന പതാകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും ടേബിൾ ഉപയോഗിക്കില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും പറയുന്നു, ആര്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി. ഓക്കെ അല്ലോ. ഇവരുടെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ നമുക്കറിയാം ഇങ്ങനെ ക്രോസ് ആയിട്ട് 2 പതാകകൾ വെച്ചിരിക്കുന്നതാണ്. 2 പതാകയാണ് മിക്കവാറും വെക്കുന്നത്. ക്രോസ് ആയിട്ട് 2 പതാകകൾ വെച്ചിരിക്കുന്നത് കാണാം. ഈ പതാകയുടെ അളവാണ് എത്ര? 150 × 100 സെൻറ്റിമീറ്റർ. അപ്പോൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇന്ത്യൻ പതാക നിയമത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യൻ പതാക നിയമം. ഓക്കെ, നമുക്കറിയാം ഇന്ത്യൻ പതാകയെ പറ്റിയുള്ള നിയമമാണ് ഇന്ത്യൻ പതാക നിയമം. നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 2002 ജനുവരി 26-നാണ്. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2002 ജനുവരി 26-നാണ്. ഓക്കെ അല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പതാക നിയമം നിലവിൽ വരാൻ കാരണമായ ഒരു കമ്മിറ്റിയുണ്ട്. ഓക്കെ, അത് അറിയപ്പെടുന്ന കമ്മിറ്റിയാണിത്, ഫ്ലാഗ് കോഡ് കമ്മിറ്റി. ഓക്കെ, ഫ്ലാഗ് കോഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വരുന്നത്. അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. ഈ ഫ്ലാഗ് കോഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആര്? PD ഷേണായ്. ഓർത്തിരിക്കുക, PD ഷേണായ്. ഓക്കെ, അപ്പോൾ ഫ്ലാഗ് കോഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നിരിക്കുന്നത്. ഈ ഫ്ലാഗ് കോഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു അല്ലെങ്കിൽ അധ്യക്ഷനായിരുന്നു ആര്? PD ഷേണായ്. ഓക്കെ അല്ലോ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ നിയമത്തിന്, ഇന്ത്യൻ പതാക നിയമത്തിന് ഭേദഗതിക്ക് സഹായിച്ചൊരു വ്യക്തിയുണ്ട്. ഇന്ത്യൻ പതാക നിയമത്തിൻ്റെ ഭേദഗതിക്ക് സഹായിച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ആര്? നിവിൻ ജിണ്ടാൽ. ഓക്കെ അല്ലോ. ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു സംഘടന, ഒരു ഫെഡറേഷൻ ഓർമ്മ വരും അല്ലേ? അപ്പോൾ അറിയാം ഫെഡറേഷൻ ഏതാണ്? ഫ്ലാഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അറിഞ്ഞിരിക്കുക, ഫ്ലാഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, മറന്നുപോകരുത്. ഫ്ലാഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നിവിൻ ജിണ്ടാൽ ആണെന്ന് അറിഞ്ഞിരിക്കുക. നല്ലൊരു പോയിന്റാണ്. ഫ്ലാഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? നിവിൻ ജിണ്ടാൽ. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ത്യൻ പതാകയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാകയെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെയാണ്. അതിൻ്റെ പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാ സുഹൃത്തുക്കളും പഠിക്കുമെന്ന വിശ്വാസത്തോടെ എൻ്റെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു.